ആഷി, നിനക്കറിയില്ല എന്നെ ഞാൻ അത്രയ്ക്ക് മോശം പെണ്ണാണോ? ഇത്രയും വർഷത്തെ പ്രണയത്തിനൊടുവിൽ അടുത്ത മാസം നമ്മുടെ കല്യാണം. അതിനിടയിൽ നീ ഇങ്ങനെ ഓരോന്ന് വന്ന് പറഞ്ഞ അത് നമ്മുടെ ലൈഫിനെ എന്നെ ബാധിക്കും, മറക്കണ്ട. ഫാത്തി, ഞാനൊരു കാര്യം പറയട്ടെ, നിനക്ക് ജോലി വേണ്ടെന്ന് വെച്ചൂടെ? ആഷി, കഷ്ടം, എത്ര കഷ്ടപ്പെട്ടിട്ട് ഈ ജോലി കിട്ടിയെന്ന് നിനക്കും അറിയുന്നല്ലേടാ. രാവും പകലും ഊണും ഉറക്കമില്ലാതെ കഷ്ടപ്പെട്ട് പഠിച്ചിട്ടാ. പോകാത്ത സ്ഥാപനങ്ങളില്ല, അറ്റൻഡ് ചെയ്യാത്ത ഇന്റർവ്യൂകളില്ല. കൂടാതെ വയ്യാത്തൂപ്പച്ചി ജോലിക്ക് പോയി വളരെ ബുദ്ധിമുട്ടിയാ എന്നെ ഈ നിലയിലെത്തിച്ച്. എന്നിട്ട് നിന്റെ സ്വർണത്തേക്ക് വേണ്ടി ഞാൻ ഈ ജോലി കളയണമെന്നു അല്ലേ? എങ്ങനെ തോന്നി ആഷി നിനക്ക് എന്നോട് പറയാൻ? ഫാത്തി, നീ പറഞ്ഞതൊക്കെ ശരിയാ, എനിക്ക് മനസ്സിലാവുന്നുമുണ്ട്. പക്ഷേ ഫാത്തി, നിന്നെ വേറെ ആരും സ്നേഹിക്കുന്നതോ അടുത്തിടപഴകുന്നതോ ഒന്നും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. നീ പറഞ്ഞതുപോലെ ഇതെന്റെ സുഹൃത്തത തന്നെയാവാം, പക്ഷേ എന്റെ സ്നേഹം അതിനി മനസ്സിലാക്കാതെ പോകരുത്.